ഈശ്വരാ, ഒരാപത്തും വരുത്തല്ലേ. നാര് പോലെ ഉണ്ടായിരുന്ന കപ്പ തിന്നാനായിട്ട് മണ്ണിളക്കിയിട്ട പന്നികളെ ഓർത്തോണ്ട് നമ്മൾ മഞ്ഞൾ പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല മഞ്ഞുവെള്ളം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീഴാനായിട്ട് വേറെ എന്തെങ്കിലും വേണോ? മഞ്ഞളിൻ്റെ ഓല ഉണങ്ങി മണ്ണിനോട് ചേരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ മഞ്ഞൾ പറിച്ചെടുക്കാറ്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളിൻ്റെ ഓല വിട്ടുപോയാൽ മഞ്ഞൾ എവിടെ നിന്നിരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ടേ. നമ്മൾ പുഴുങ്ങുന്നില്ല, പുഴുങ്ങാതെയാണ് പൊടിച്ചെടുക്കുന്നത്. പുഴുങ്ങി പൊടിച്ച് ഒരുപാട് നാൾ നിൽക്കുന്നിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. പുഴുങ്ങാതെ പൊടിച്ചാലും നിൽക്കും കേട്ടോ. ഞാൻ രണ്ട് രീതിയിലും പൊടിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ചില്ലറ പൈസ പോലെ മഞ്ഞൾ അരിഞ്ഞെടുത്ത് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഉണങ്ങി കഴിയുമ്പോൾ അതൊന്ന് തിരുമ്മി അതിൻ്റെ പുറത്ത് തോലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ. ഒന്ന് പാറ്റിയെടുത്ത് നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് ഇത് പൊടിച്ചെടുക്കുക. മില്ലിലാണ് നമ്മൾ കൊണ്ടുപോയി പൊടിക്കാറ്. ഇത് ഒരുപാട് മഞ്ഞൾപ്പൊടി ഉണ്ട്, പകുതി കൂടുതലും സിന്ധു ചേച്ചിയുടെ കേട്ടോ. ഇതൊക്കെ അത് കഴിഞ്ഞ് പൊടിച്ചുകൊണ്ട് നമ്മളൊരു കുപ്പിയിലിട്ട് അടച്ച് വെക്കുവാണ്.